ചൈൽഡ് സൈക്കോളജിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സെൻസറി ഡെവലപ്മെൻറ്റ് ഇൻ ബേബീസ്, കുട്ടികളിലെ ഇന്ദ്രിയങ്ങളുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടായി. ഇന്ന് നമുക്ക് അതൊന്നുകൂടി ആവർത്തിക്കാം, അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാം. എന്താണ് സെൻസറി ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടികളുടെ കാഴ്ച, കേൾവി, അതുപോലെ തന്നെ സ്പർശനം, രുചി, മണം എന്നിവ മനസ്സിലാക്കാനുള്ള കഴിവാണ് വാസ്തവത്തിൽ അവരുടെ ആ സെൻസറി ആക്ടിവിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. സെൻസറി ഡെവലപ്മെൻറ്റ് നേടുന്നതിലൂടെയാണ് വാസ്തവത്തിൽ കുട്ടികൾ അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, എമോഷണൽ ഡെവലപ്മെൻറ്റ് എന്നിവ സാധ്യമാവുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെൻസറി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടിയുടെ വിഷൻ അല്ലെങ്കിൽ കാഴ്ചയെക്കുറിച്ച് പറയുകയുണ്ടായി. അത് ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ മുഖത്ത് നിന്ന് ഏതാണ്ട് 8 ഇഞ്ച് തൊട്ട് 12 ഇഞ്ച് വരെയുള്ള അകലമാണ്. അതായത് ഏകദേശം 20 സെൻറ്റിമീറ്റർ തൊട്ട് 30 സെൻറ്റിമീറ്റർ വരെ അകലത്തിലുള്ള ഒബ്ജക്ട്സിനെയാണ് അതായത് ഏതാണ്ട് 20 സെൻറ്റിമീറ്റർ തൊട്ട് 30 സെൻറ്റിമീറ്റർ വരെ അകലത്തിലുള്ള ഒബ്ജക്ട്സിനെ മാത്രമേ കുട്ടിക്ക് അവ്യക്തമായിട്ട് എങ്കിലും കാണാൻ കഴിയുള്ളൂ. ജനിച്ച ഉടനെ കുട്ടിക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മുഖമൊക്കെ അത് വളരെ അവ്യക്തമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഏതാണ്ട് ഒരു 6 മാസം കഴിയുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുക. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ഒരു വിഷൻ, കാഴ്ച ശക്തി അതിന് കൂടിക്കൂടി വരികയും അങ്ങനെ ഒരു 6 മാസത്തോടു കൂടി അതിന് നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ആർജിക്കുകയും അതുപോലെ തന്നെ ഒബ്ജക്ട്സിൻ്റെ നീളം, അതുപോലെ തന്നെ മറ്റു സൈസുകൾ, ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് വാസ്തവത്തിൽ ഓരോ മാസവും പിന്നിടുമ്പോൾ മാത്രമാണ്. ഈ കാഴ്ചശക്തിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇത്രയേറെ കാലദൈർഘ്യമെടുക്കുക. ഈ വിഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുട്ടി വാസ്തവത്തിൽ ഇത്രയേറെ കാലദൈർഘ്യമെടുക്കുക. എന്നാൽ മറ്റുള്ള സെൻസസ് എല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം ഏതാണ്ട് ജനിച്ചത് മുതൽ തന്നെ ഏറെക്കുറെയൊക്കെ വിഷനേക്കാൾ കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഹിയറിംഗ് അഥവാ കേൾവിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് കേൾവി ശക്തി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കുട്ടി പല ശബ്ദങ്ങളോടും പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വലിയ ഒച്ചയിലുള്ള ശബ്ദം കേട്ടാൽ കുട്ടി ഞെട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും തൻ്റെ മാതാവിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളുടെ ശബ്ദവും ഒക്കെ കുട്ടിക്ക് തിരിച്ചറിയാനുള്ള കഴിവും അത് നേടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്മയുടെയും അതുപോലെ തന്നെ തൻ്റെ സഹോദരങ്ങളുടെ അതല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടി ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുട്ടിക്ക് വളരെ വേഗത്തിൽ ശബ്ദങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടുന്നതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അടുത്തതായിട്ട് ടച്ച് അഥവാ സ്പർശനം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒന്നാണ് കുട്ടിയെ സ്പർശിക്കുക എന്നത്. സ്പർശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം കൈകൊണ്ടൊന്ന് തൊട്ടു നോക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടിയെ നമ്മളെടുത്ത് മാറോടണച്ച് ചേർത്ത് പിടിക്കുന്നത് കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടിക്ക് ആ എടുത്ത വ്യക്തിയുമായിട്ട് ഒരു ആത്മബന്ധം സ്ഥാപിക്കുന്നതിനും ഒരു ബോണ്ടിങ് സാധ്യമാക്കുന്നതിനും സഹായകമാവുന്നു. നമുക്കറിയാമല്ലോ, അമ്മയും കുഞ്ഞുമായുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് അത് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ മാത്രമല്ല, ഈ സ്പർശനത്തിലൂടെയും കൂടിയാണ് അത് സാധ്യമാകുന്നത്. കുട്ടിക്കറിയാം അമ്മ തൻ്റെ അടുത്ത് വന്നാൽ തന്നെ എടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ കുട്ടി അമ്മയുടെ സാമീപ്യം ഏറെ ഇഷ്ടപ്പെടുന്നു.
അമ്മയും കുട്ടിയും തമ്മിലുള്ള ഈ ബോണ്ടിങ് സാധ്യമാകുന്നത് ഈ തരത്തിലുള്ള കുട്ടിയെ മാറോടണച്ചുള്ള ഒരു സ്പർശനത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ഈ സ്പർശനത്തിലൂടെ കുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നതിനും അവർക്കിടയിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിനും ഏറെ സഹായകമാകുന്നു. ടച്ചിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ കുട്ടികൾ ഹൈലി സെൻസിറ്റീവാണ് ടച്ചിങ്ങിൽ. അതായത് അവർ വളരെ പെട്ടെന്ന് തന്നെ സ്പർശനത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ടെക്സ്ചറുകൾ, അതായത് ആരാണ് തൊടുന്നത് എന്നതിനെ ആശ്രയിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് കുട്ടിയെ സ്പർശിക്കുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ കുട്ടിക്ക് തീർത്തും ബോധ്യമുണ്ടാകുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത ടെമ്പറേച്ചറുകളും കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വ്യത്യസ്ത ടെമ്പറേച്ചറുകളോട്, വ്യത്യസ്ത ടെക്സ്ചറുകളോട് വ്യത്യസ്ത രൂപത്തിൽ കുട്ടി പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വരുന്നത് ടേസ്റ്റ്, അതുപോലെ തന്നെ സ്മെല്ല് എന്നിങ്ങനെ ഉള്ള 2 സെൻസറി ഡെവലപ്മെൻറ്റുകൾ കൂടിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുട്ടി മുലപ്പാൽ കുടിക്കുമ്പോഴും അതുപോലെ തന്നെ കുപ്പിപ്പാൽ കുടിക്കുമ്പോഴും അതിനോട് കാണിക്കുന്ന ആ വ്യത്യസ്ത ഭാവങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുലപ്പാൽ അത് വളരെയേറെ ആസ്വദിച്ച് കുടിക്കുമ്പോൾ കുപ്പിപ്പാൽ അതിന് ആവശ്യമെന്ന നിലക്ക് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. കുട്ടിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്ന് അത് പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഈ രുചികളെ അത് മനസ്സിലാക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ സ്മെല്ലുകൾ, വ്യത്യസ്തങ്ങളായ സ്മെല്ലുകൾ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അമ്മയുടെ ഗന്ധവും അതുപോലെ തന്നെ മറ്റാരെങ്കിലും കുട്ടികൾ എടുക്കുമ്പോൾ ഉള്ള ഗന്ധവും കുട്ടി തിരിച്ചറിയുകയും വ്യത്യസ്ത രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അമ്മ എടുക്കുമ്പോൾ വളരെ വേഗത്തിൽ ആ കരച്ചിൽ നിർത്തുന്നത് വാസ്തവത്തിൽ ഇതുപോലുള്ള ഈ സെൻസോറിയൽ ആയിട്ടുള്ള അതിൻ്റെ അടുപ്പമാണ്, ആ ബന്ധമാണ്, അതിനോട് അത് പ്രതികരിക്കുന്ന രീതി ആ നിലക്കുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രകൃതിയിൽ അതല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടിൽ അതിൻ്റെ പൊസിഷൻ എപ്രകാരമായിരിക്കണം എന്ന് അതിന് തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും തൻ്റെ പൊസിഷൻ എപ്രകാരമാണ് എന്ന് അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത. എല്ലാ കുട്ടികളും 2 കാലിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്, എല്ലാ കുട്ടികളും 2 കാലിൽ നിന്നുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്, അവ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ശരിയായ പൊസിഷൻ എങ്ങനെയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നു. കാലങ്ങളിലൂടെ അതല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടങ്ങളിലൂടെ അത് തിരിച്ചറിയുന്നു. അതിനനുസരിച്ച് ആ കുട്ടിയും അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നത് നമുക്ക് വളരെ രസകരമായി തോന്നിയേക്കാം. 2 കാലിൽ നിൽക്കുക എന്നുള്ള പ്രക്രിയ ഇല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മറ്റു വൈകല്യങ്ങളൊന്നുമില്ല എങ്കിൽ. ഇത് ആ കുട്ടിയുടെ ഒരു തിരിച്ചറിവാണ്. ഈ ഒരു തിരിച്ചറിവിനെയാണ് പ്രോപ്രയോസെപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിന് പറയുക? പ്രോപ്രയോസെപ്ഷൻ. അപ്പോൾ എന്താണ് പ്രോപ്രയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് അതിൻ്റെ പ്രകൃതിയിൽ അതല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അതിൻ്റെ സ്ഥാനം ഏതു പ്രകാരമായിരിക്കണം എന്നുള്ള തിരിച്ചറിവിനെയാണ് ഇതെന്ന് പറയുന്നത് പ്രോപ്രയോസെപ്ഷൻ എന്ന് പറയുന്നത്. അഥവാ ആ കുട്ടിയുടെ ബോഡിയുടെ പൊസിഷൻ എപ്രകാരമായിരിക്കണം എന്ന തിരിച്ചറിവിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോപ്രയോസെപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. വെസ്റ്റിബുലാർ സിസ്റ്റം എന്താണ് എന്ന് വെച്ചാൽ, കുട്ടി, നമുക്കറിയാം ഒരു കുട്ടി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അത് ആദ്യം അതിന് വളരെ പെട്ടെന്ന് എഴുന്നേൽക്കുക സാധ്യമല്ല, അത് ഒന്ന് വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ശരി, അത് പിന്നീട് അത്
എഴുന്നേറ്റ് നിൽക്കുന്നു, തന്നെത്താനെ നിൽക്കുന്നു, നടക്കാൻ തുടങ്ങുന്നു, ഓടാൻ തുടങ്ങുന്നു. ഇപ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസ് കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ചു പോരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വെസ്റ്റിബുലർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് പ്രയോസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അതിൻ്റെ പ്രകൃതിയിൽ അതിൻ്റെ ബോഡിയുടെ പൊസിഷനെ കുറിച്ച് ബോധ്യമാകുന്നതാണ് വാസ്തവത്തിൽ പ്രയോസെപ്ഷൻ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശ്രമിക്കുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്, അല്ലേ? ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്, പ്രയോസെപ്ഷനിൽ പെടുന്നതാണ്. ആ ഒരു തിരിച്ചറിവാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴാതെ ബാലൻസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഈ സെൻസറി ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, സെൻസറി ഏത് തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണെങ്കിലും ശരി, അത് സാധ്യമാകണമെന്നുണ്ട് എങ്കിൽ വാസ്തവത്തിൽ കുട്ടി ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുമ്പോൾ അതിൻ്റെ അമ്മയുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ്. അമ്മ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ന്യൂട്രീഷൻ ലഭിക്കുകയും കുട്ടിയുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് എന്നിവ സാധ്യമാവുകയും ചെയ്യും എന്ന് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഈ സെൻസറി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യവും. കുട്ടിക്ക് ശരിയായ നിലയിൽ സെൻസറി ഡെവലപ്മെൻറ്റ് നടക്കേണ്ടതുണ്ട് എങ്കിൽ ഗർഭസ്ഥാവസ്ഥയിൽ വെച്ച് തന്നെ പരിചരണങ്ങൾ ആരംഭിക്കേണ്ടതാണ്. അമ്മ ശരിയായ രൂപത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ പാലിക്കുകയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻസറി ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു. അതുപോലെ തന്നെ സന്തോഷകരമായ സാഹചര്യത്തിൽ അമ്മ നിലകൊള്ളുമ്പോഴാണ് കുട്ടിയുടെയും ഡെവലപ്മെൻറ്റ് സാധ്യമാവുക. സെൻസറി ഡെവലപ്മെൻ്റ് ആയാലും മറ്റു ഡെവലപ്മെൻറ്റുകളായാലും ശരി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സെൻസറി ഡെവലപ്മെൻറ്റിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഗർഭസ്ഥാവസ്ഥയിലാകുമ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ പരിചരണവുമായി ബന്ധപ്പെട്ടാണ് അത് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്, ഹെറിഡിറ്റിയാണ്. പാരമ്പര്യമായിട്ട് മാതാപിതാക്കളുടെ ആർക്കെങ്കിലുമോ അതല്ലെങ്കിൽ അവരുടെ തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലുമോ എന്തെങ്കിലും വൈകല്യമുണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് കുട്ടിക്കും ബാധിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടിയെ ശരിയായ രൂപത്തിൽ ടച്ച് ചെയ്യുക, അതുപോലെ തന്നെ കുട്ടിയെ നല്ല ശബ്ദങ്ങൾ കേൾക്കുക, മ്യൂസിക്കുകളും മറ്റും കേൾപ്പിക്കുക, അതുപോലെ തന്നെ അവൻ്റെ ചുറ്റുപാടുകളെ മനോഹരമായി അലങ്കരിച്ച് വെക്കുക. ഇതിലൂടെയെല്ലാം അവൻ്റെ ഈ ഡെവലപ്മെൻറ്റ് സാധ്യമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെൻസറി ഡെവലപ്മെൻറ്റ് സാധ്യമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നീട് സ്റ്റിമുലേഷൻസ് ആണ്. അതായത് നമ്മൾ ഔട്ടറായിട്ട് കൊടുക്കുന്ന കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുട്ടിയുടെ പ്രായത്തിന് അനുസൃതമായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ നൽകി അവൻ്റെ കളറുകൾ അറിയാനുള്ള കഴിവുകൾ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വലിപ്പങ്ങളും നീളവും ഒക്കെ തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് സാധ്യമാകണമെങ്കിൽ അവൻ്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രായത്തിന് അനുസൃതമായിട്ടുള്ള രൂപത്തിലുള്ള കളിക്കോപ്പുകൾ അവന് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു സെൻസറി ഡെവലപ്മെൻറ്റിനുള്ള സാഹചര്യമൊരുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലെല്ലാം നമുക്ക് കുട്ടികളെ അവരുടെ സെൻസറി ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് സാഹചര്യമൊരുക്കുകയും അതുപോലെ തന്നെ ആ ശരിയായ രൂപത്തിലുള്ള ഡെവലപ്മെൻറ്റിന് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കുട്ടികൾ യഥാർത്ഥത്തിൽ ശരിയായ രൂപത്തിൽ ഈ സെൻസറി ഡെവലപ്മെൻറ്റ് നേടിയവരായിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.